നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാൻ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ലോകമെങ്ങും വ്യാപിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഹീറ്റിംഗ് ബിൽ മുതൽ സൂപ്പർ മാർക്കറ്റുകളിലെ ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളുടെ വില വരെ വർദ്ധിക്കും. ഇന്ധനവില, ഗ്യാസ് വില എന്നിവ കുതിച്ചുയരും. പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കും. ഇന്ധനവിലയിൽ വൻ വർധനവ് ഉണ്ടാകാൻ കാരണം എണ്ണ, പ്രകൃതിവാതക ഉൽപാദനവും വിതരണവും മന്ദഗതിയിലായത്. ബ്രിട്ടനിലെ ബിർമിംഗ്ഹാം ഉൾപ്പെടെ യൂറോപ്പിലെ സ്വയം കത്തുന്ന പാഴ്സലുകൾക്ക് പിന്നിൽ റഷ്യയെന്ന് സംശയം. വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ സംഘങ്ങൾ യോജിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ്. വിദേശ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 22 പേരെ തിരിച്ചറിഞ്ഞു. ഇവരെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഓൺലൈൻ വഴിയാണെന്നും പ്രതിഫലം നൽകിയിരുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെയെന്നും കണ്ടെത്തൽ. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന് മേൽ നിരീക്ഷണം നടത്തി ഇറാന് വേണ്ടി ചാരപ്പണി നടത്തിയിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് പുതിയ യാത്രാ നിർദ്ദേശങ്ങളുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം. നടപടി മധ്യപൂർവേഷ്യൻ സംഘർഷമയമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടീഷ് പൗരന്മാരോട് അവരുടെ രാജ്യങ്ങളിലെ സാന്നിധ്യം വിദേശകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബഹ്റൈൻ, ഇസ്രായേൽ, കുവൈറ്റ്, ലെബനൻ, പലസ്തീൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരോട്. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് 21 രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് സജീവം. ഖമേനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശം. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതായിരിക്കുമെന്നും ഇറാന്റെ ഭീഷണി. എക്സിലെ ആദ്യ ചിത്രം ബാലിസ്റ്റിക് മിസൈൽ ശത്രു രാജ്യത്ത് പതിക്കുന്നത്. ഇസ്രായേലിന് $15.1 കോടി ആയുധങ്ങൾ വിൽക്കാൻ അടിയന്തര അംഗീകാരം നൽകി അമേരിക്ക. വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയത് ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ശത്രുക്കളെ തടയാനും ഈ കൈമാറ്റം ഇസ്രായേലിനെ സഹായിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ. ഇന്ത്യക്ക് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ താൽക്കാലിക ഇളവ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് US. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം ഇന്ത്യ പാലിച്ചെന്നും ഇന്ത്യ മികച്ച പങ്കാളിയാണെന്നും പരാമർശം. ഇളവ് 30 ദിവസത്തേക്കെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൽ. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. പാചകവാതക സിലിണ്ടറിന് കൂടിയത് 60 രൂപ. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിനും വില കൂടി. പുതുക്കിയ നിരക്കുകൾ ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്നു. വർധന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. രാജ്യത്ത് ഊർജ്ജക്ഷാമമില്ല എന്നും വിതരണ തടസ്സങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി. ശ്രീലങ്കൻ പുറംകടലിൽ ഇറാൻ നാവികസേനയുടെ ഇറിസ് ദേന യുദ്ധക്കപ്പൽ US ആക്രമണത്തിന് മുൻപ് ഇന്ത്യ അഭയം വാഗ്ദാനം ചെയ്തിരുന്നതായി സൂചന. കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് മാർച്ച് 4-ന്. ഇന്ത്യ സുരക്ഷിത തുറമുഖം വാഗ്ദാനം ചെയ്തത് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ. ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാവന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. 183 ഇറാനിയൻ നാവികർ ഇന്ത്യൻ നാവികത്താവളത്തിൽ. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. മഞ്ഞുരുകി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സുധാകരന്റെ അറിവോടെ ആയിരുന്നില്ല എന്ന് സൂചന. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് G സുധാകരൻ എന്നും ശാരീരിക അവശതകൾ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുധാകരൻ ലൈവ് സംപ്രേഷണം അടക്കം പിൻവലിച്ചത് അതൃപ്തി മാറാത്തതിനെ തുടർന്നെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. ഇറാൻ സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ ലോകമെങ്ങും വ്യാപിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആഗോള വാണിജ്യ രംഗത്തെ സുപ്രധാനമായ ചില സമുദ്രപാതകൾ ഈ മേഖലയിലൂടെ ആയതും ആഗോള ഊർജ്ജ വിതരണ രംഗത്ത് ഈ മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതിനാലും ഹീറ്റിംഗ് ബിൽ മുതൽ സൂപ്പർ മാർക്കറ്റുകളിലെ ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളുടെ വില വരെ വർദ്ധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ മേഖലയിലെ എണ്ണ, പ്രകൃതിവാതക ഉൽപാദനവും വിതരണവും മന്ദഗതിയിലാവുകയും ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തതോടെ ഇന്ധനവിലയിൽ വൻ വർധന ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ വരും ആഴ്ചകളിലും മാസങ്ങളിലും എത്രമാത്രം വില വർദ്ധിക്കുമെന്നത് ഇപ്പോൾ പറയാനാവില്ല. ബ്രിട്ടനിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രതിദിന വില നിരീക്ഷിക്കുന്ന RAC പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ പെട്രോളിന് ലിറ്ററിന് 3 പെൻസിന്റെയും ഡീസൽ ലിറ്ററിന് 5 പെൻസിന്റെയും വർധനവുണ്ടായി എന്നാണ്. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ടായ വർധനവ് പക്ഷേ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ ഗ്യാസിന്റെ വില ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉണ്ടായ വില വർധനവിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇപ്പോൾ ഉണ്ടായ വർധനവ്. എന്നിരുന്നാലും ഇപ്പോൾ 2022 ഉണ്ടായ വർധനവിനേക്കാൾ കുറവ് വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഗ്യാസിന്റെ വില അഭൂതപൂർവമായ നിലയിൽ കുതിച്ചുയർന്നതോടെ സർക്കാർ ഒരു എനർജി ബിൽ സപ്പോർട്ട് സ്കീമുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ എനർജി പ്രൈസ് ക്യാപ്പ് നിലനിൽക്കുന്നതിനാൽ ജൂലൈ വരെ UK ഉപഭോക്താക്കൾക്ക് ആഗോള വിപണിയിലെ വില വർധനവിൽ നിന്നും സംരക്ഷണം ലഭിക്കാനിടയുണ്ട്. എന്നാൽ വില വർധനവ് തുടർന്നാൽ ജൂലൈ മാസത്തിൽ നിശ്ചയിക്കുന്ന പ്രൈസ് ക്യാപ്പും വളരെ കൂടുതലായിരിക്കും. തിരക്കേറിയ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാൻ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്.
ഇതിന്റെ ഫലമായി ഇപ്പോൾ 200ഓളം ടാങ്കറുകളാണ് കടലിൽ കുടുങ്ങിക്കിടന്നിരിക്കുന്നത്. അതുപോലെ കപ്പലുകളുടെ, പ്രത്യേകിച്ചും അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇസ്രയേൽ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം വലിയ തോതിലാണ് ഉയർന്നിരിക്കുന്നത്. ആക്രമണ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണയും മറ്റു ചരക്കുകളും നീക്കുന്നതിന്റെ ചിലവും വർദ്ധിച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ചരക്ക് ഗതാഗതം പ്രധാനമായും ജലഗതാഗതം വഴിയാണ് എന്നതിനാൽ ഷിപ്പിംഗ് നിരക്കുകൾ പണപ്പെരുപ്പ നിരക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് അന്താരാഷ്ട്ര നാണയനിധി പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടനിലെ ബിർമിംഗ്ഹാമിൽ നിന്നുൾപ്പെടെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാഴ്സലുകൾക്ക് സ്വയം തീപിടിക്കുന്ന സംഭവങ്ങൾക്ക് പിറകിൽ റഷ്യൻ ചാര സംഘടനയാണ് എന്ന് സംശയം. പാഴ്സലുകൾക്ക് തീപിടിക്കുന്ന നിരവധി സംഭവങ്ങൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി രേഖപ്പെടുത്തിയതിനു പിന്നാലെ വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ സംഘങ്ങൾ യോജിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. 2024 ജൂലൈയിൽ ബിർമിംഗ്ഹാമിലെ ഒരു DHL ഡിപ്പോയിൽ നടന്ന തീപിടുത്തത്തിന് യൂറോപ്പിലെ മറ്റ് സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം ഒരു വിദേശ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന സംശയത്തിൽ 38 വയസ്സുള്ള റൊമേനിയൻ പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇയാളെ വിട്ടയച്ചെങ്കിലും ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഇയാൾ. റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസ് ആണ് ഈ സംഭവങ്ങൾക്ക് പിറകിൽ നിന്ന് സംശയിക്കുന്നതായാണ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ വിക്കി ഇവാൻസ് പറയുന്നത്. 2024 ലിത്വാനിയയിൽ നിന്നും ബ്രിട്ടനിലെയും പോളണ്ടിലെയും വിവിധ മേൽവിലാസങ്ങളിലേക്ക് 4 പാഴ്സലുകൾ അയച്ചിരുന്നതായി സംയുക്ത അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിലൊന്ന് ലീപ്സിംഗ് വിമാനത്താവളത്തിൽ ട്രാൻസിറ്റിനിടയിൽ തീപിടിച്ചിരുന്നു. വിമാനത്തിൽ കയറ്റുന്നതിനിടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. മറ്റൊന്ന് പോളണ്ടിൽ ഒരു ട്രക്കിനടിയിൽ വെച്ച് പൊട്ടിത്തെറിയുകയായിരുന്നു. മൂന്നാമതൊരു പാഴ്സൽ സുരക്ഷിതമായി പിടിച്ചെടുത്തപ്പോൾ നാലാമത്തേത് ബിർമിംഗ്ഹാമിൽ തീപിടിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ടെസ്റ്റ് പാഴ്സലുകൾ അമേരിക്കയിലേക്കും കാനഡയിലേക്കും അയച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വടക്കേ അമേരിക്കയിലേക്ക് അയച്ച 2 പാഴ്സലുകൾ ആംസ്റ്റർഡാമിൽ വെച്ച് പിടിച്ചെടുത്തിരുന്നു. ലിത്വാനിയയിലും പോളണ്ടിലുമായി റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് സംശയിക്കുന്ന 22 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ വൃത്തങ്ങൾ അറിയിച്ചു. ഒരു ഓൺലൈൻ മെസ്സേജിംഗ് സംവിധാനം വഴിയാണ് ഇവരെ റിക്രൂട്ട് ചെയ്തതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ക്രിപ്റ്റോ കറൻസി വഴിയായിരുന്നു ഇവർക്ക് പ്രതിഫലം നൽകിയിരുന്നത്. പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബാൾട്ടിക് രാജ്യങ്ങളിൽ നിന്നായിരുന്നു പണം വന്നിരുന്നത്. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന് മേൽ നിരീക്ഷണം നടത്തി വന്നിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇറാന് വേണ്ടിയായിരുന്നു ഇവർ ചാരപ്പണി നടത്തിയിരുന്നതെന്ന് സംശയിക്കുന്നതായി മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ചില പ്രദേശങ്ങളെയും ചില വ്യക്തികളെയുമായിരുന്നു ഇവർ നിരീക്ഷണ വിധേയമാക്കിയിരുന്നത്. ഒരു ഇറാനിയൻ പൗരനും ബ്രിട്ടീഷ് ഇറാനിയൻ ഇരട്ട പൗരത്വമുള്ള 3 പേരുമാണ് അറസ്റ്റിലായത്. ഇന്നലെ അതിരാവിലെ 1 മണിയോടെ വടക്ക് ലണ്ടനിലെ ബാർനെറ്റ്, ഹാരോ എന്നിടങ്ങളിൽ നിന്നും ഹെർട്ട്ഫോർഡ്ഷെയറിലെ വാട്ട്ഫോർഡിൽ നിന്നുമാണ് ഇവർ പിടിയിലാവുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കൗണ്ടർ ടെററിസം പോലീസിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെ ഒരു വിദേശ രാജ്യത്തിനായി ചാരവൃത്തി നടത്തുന്നു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തത്. ബാർനെറ്റിൽ നിന്നും 40ഉം 55ഉം വയസ്സ് വീതമുള്ള 2 പുരുഷന്മാരും വാട്ട്ഫോർഡിൽ നിന്നും ഒരു 53കാരനും ഹാരോയിൽ നിന്നും ഒരു 22കാരനുമാണ് പിടിയിലായത്. ബാർനെറ്റ്, വാട്ട്ഫോർഡ് എന്നിവിടങ്ങളിലും വെംബ്ലിയിലെ ഒരു മേൽവിലാസത്തിലും പരിശോധനകൾ നടന്നതായും പോലീസ് അറിയിച്ചു. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയെന്ന സംശയത്തിൽ മറ്റ് 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പേരിൽ കൃത്യനിർവഹണത്തിനിടെ പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. 10 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പൊതുജനങ്ങൾ, പ്രത്യേകിച്ചും ജൂത വിഭാഗത്തിൽപ്പെട്ടവർ കുറെ കൂടി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മധ്യപൂർവേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് സന്ദർശിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് പുതിയ യാത്രാ നിർദ്ദേശങ്ങളുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. മേഖലയിൽ സംഘർഷം കനക്കുന്നതോടെ ചില രാജ്യങ്ങൾ പൂർണ്ണമായ യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചപ്പോൾ മറ്റിടങ്ങളിൽ നിയന്ത്രിതമായ രീതിയിൽ വിമാന സർവീസുകൾ നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ വകുപ്പ് പുതിയ യാത്രാ നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത്. ഈ മേഖലയിലെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടീഷ് പൗരന്മാരോട് അവരുടെ ഈ രാജ്യങ്ങളിലെ സാന്നിധ്യം വിദേശകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹ്റിൻ, ഇസ്രയേൽ, കുവൈറ്റ്, ലെബനൻ, പലസ്തീൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരോടാണ് ഇവരുടെ സാന്നിധ്യം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവ ഉൾപ്പെടെ 21 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള യാത്രാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മുറുകിയ പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അർമേനിയയുടെ ചില പ്രദേശങ്ങളിലേക്കും അർമേനിയ, അസർബൈജാൻ അതിർത്തിയിലേക്കും സഞ്ചരിക്കരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. മേൽപ്പറഞ്ഞ രാഷ്ട്രങ്ങൾ കൂടാതെ ഇറാൻ, ഇറാഖ്, ഇസ്രയേൽ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർദാൻ, യമൻ, പാകിസ്ഥാൻ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സൗദി അറേബ്യ, തുർക്കി, തുർക്ക്മെനിസ്ഥാൻ, സിറിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം മുറുകിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടീഷുകാർ. ദുബായ് വിമാനത്താവളത്തിൽ കടുത്ത ആശങ്കയോടെയാണ് പലരും വിമാനത്തിനായി കാത്തിരിപ്പ് തുടരുന്നത്. ഇസ്രയേലിന് നേരെ നടത്തിയതിന് സമാനമായ അളവിലുള്ള ആക്രമണമാണ് ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നേരെ നടത്തിയത്. മധ്യപൂർവ്വ മേഖലയിലെ പ്രധാന വ്യവസായ നഗരമായ ദുബായിയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ആക്രമണമായിരുന്നു അവർ നടത്തിയത്. നിലവിൽ UK-യിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് ദീർഘകാലം ഇവിടെ തങ്ങാമെന്നതിന് ഒരു ഉറപ്പുമില്ല എന്നാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നൽകുന്ന മുന്നറിയിപ്പ്. റീഫോം UK ഉയർത്തുന്ന വെല്ലുവിളി തടയുന്നതിനായി കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ഒരുങ്ങുകയാണ് ഹോം സെക്രട്ടറി. ബ്രിട്ടനിലെ തൊഴിലിനോ പഠനത്തിനോ ഫാമിലി വിസയിലോ എത്തിയവർക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിനുള്ള കാലാവധി വർദ്ധിപ്പിച്ചതുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഷബാന മഹ്മൂദ് വ്യക്തമാക്കി.
അതിനോടൊപ്പം അഭയാർത്ഥികളുടെ സ്റ്റാറ്റസ് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കാനുള്ള നിയമവും കൊണ്ടുവരുമെന്ന് അവർ വ്യക്തമാക്കി. പുനഃപരിശോധനാ ഫലത്തെ ആസ്പദമാക്കി അഭയാർത്ഥികളെ എപ്പോൾ വേണമെങ്കിലും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനും കഴിയും. നിലവിലെ യുകെയിലുള്ള കുടിയേറ്റക്കാർ ഉൾപ്പെടെ ഇത് ബാധകമായിരിക്കും. ബോറിസ് ജോൺസന്റെ കാലത്തുണ്ടായ കുടിയേറ്റക്കാരുടെ പ്രവാഹത്തിന്റെ വിപരീത ദിശയിലുള്ള ഒരു പ്രവാഹമാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അധിക വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിലുകൾക്കായി ഇപ്പോൾ വിദേശികൾ എത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഹോം സെക്രട്ടറിയുടെ നിലപാട്. ഈ വർഷം അവസാനത്തോടെ അന്തിമ രൂപത്തിലെത്തുന്ന പുതിയ നിയമപ്രകാരം PR ലഭിക്കുന്നതിന് 10 വർഷം കാത്തിരിക്കേണ്ടതായി വരും. മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിൽ ഉയർന്ന നിലവാരത്തിലുള്ള പ്രാവീണ്യവും തെളിയിക്കേണ്ടതായി വരും. നിലവിൽ ബ്രിട്ടനിലുള്ള കുടിയേറ്റക്കാർക്കും ഈ നിയമം ബാധകമായിരിക്കും. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് സജീവം. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശമാണ് ഖമേനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതായിരിക്കുമെന്നാണ് പോസ്റ്റ്. ഇറാന്റെ മിസൈൽ ശക്തി കാണിക്കുന്ന 3 ചിത്രങ്ങൾ ചേർത്താണ് എക്സിൽ ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ രാത്രി ശത്രുരാജ്യത്ത് പതിക്കുന്നതിന്റെ ചിത്രമാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ചിത്രത്തിൽ മരുഭൂമിയിൽ ഇറാൻ സൈനികർ മൊബൈൽ ലോഞ്ചറിൽ മിസൈലുമായി നിൽക്കുന്നതാണ്. സമീപത്തായി ഇറാനിയൻ പതാക പറക്കുന്നതും കാണാം. വെളുത്ത കോട്ട് ധരിച്ച ശാസ്ത്രജ്ഞർ ഹൈടെക് മിസൈൽ വികസിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ ചിത്രമായി നൽകിയിട്ടുള്ളത്. ഫെബ്രുവരി 28 ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷം അക്കൗണ്ടിലെ ബയോ ഇസ്ലാമിക് റവല്യൂഷനിലെ രക്തസാക്ഷിത്വം വഹിച്ച നേതാവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇസ്രയേലും യുഎസിലുമായി ഒട്ടേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അതേസമയം സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഖമേനിയുടെ പോസ്റ്റിന് ലഭിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഇസ്രയേലിന് $15.1 കോടി ആയുധങ്ങൾ വിൽക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര അംഗീകാരം നൽകി. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി ഒരു അടിയന്തര തീരുമാനപ്രകാരമാണ് ഈ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയത്. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ശത്രുക്കളെ തടയാനും ഈ കൈമാറ്റം ഇസ്രയേലിനെ സഹായിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ പ്രമുഖ പ്രതിരോധ കരാറുകാരുമായി ആയുധോൽപാദനം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ അംഗീകാരം. നിലവിലെ സൈനിക നീക്കങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളുടെ ഉൽപാദനം 4 ഇരട്ടിയാക്കാൻ പ്രതിരോധ രംഗത്തെ വ്യവസായികൾ കൂടിക്കാഴ്ച പിന്നാലെ സമ്മതിക്കുകയും ചെയ്തതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇറാനുമായുള്ള യുദ്ധം ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഐക്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പെന്റഗൺ വക്താവ് പാർണൽ പറഞ്ഞു. പശ്ചിമേഷ്യ യുദ്ധം അസ്ഥിരപ്പെടുത്തിയെന്ന ആരോപണം തള്ളിക്കൊണ്ടാണ് US ഇത്തരത്തിലുള്ള വാദം ഉയർത്തിയത്. ചില വ്യാജ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഈ മേഖലയെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ല എന്ന് പാർണൽ എക്സിൽ കുറിച്ചു. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പ്രധാന ഗൾഫ് പങ്കാളികൾക്കിടയിൽ അഭൂതപൂർവമായ ഐക്യം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും പെന്റഗൺ വക്താവ് കൂട്ടിച്ചേർത്തു. ഇറാനിലെ യുദ്ധം പൂർത്തിയായാൽ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. വ്യാഴാഴ്ച ഇന്റർ മയാമി ഫുട്ബോൾ ടീം വൈറ്റ് ഹൌസ് സന്ദർശിച്ച വേളയിലാണ് ട്രംപ് ഉള്ളിലിരിപ്പ് അറിയിച്ചത്. ക്യൂബയ്ക്ക് നേരെ മികച്ച കരുനീക്കം നടന്നെന്ന് പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ട്രംപ് നന്ദി പറഞ്ഞു. ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാൻ ലക്ഷ്യമിട്ട് US സ്വീകരിച്ചു വരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിനന്ദനം. ജനുവരിയിൽ വെനസ്വേലയിൽ അധിനിവേശം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതിനു ശേഷമാണ് ട്രംപ് ക്യൂബയ്ക്ക് നേരെ തിരിഞ്ഞത്. ക്യൂബയിലേക്കുള്ള എണ്ണവരവ് പ്രധാനമായും വെനസ്വേലയിൽ നിന്നാണ്. അത് ട്രംപ് പൂർണ്ണമായും ഇല്ലാതാക്കി. മാത്രമല്ല ക്യൂബയ്ക്ക് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളെ ഉപരോധിക്കുമെന്ന ഭീഷണിയും മുഴക്കി. ആഗോള ഊർജ്ജ വിപണി സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ താൽക്കാലിക ഇളവ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് US. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം ഇന്ത്യ പാലിച്ചെന്നും ഇന്ത്യ മികച്ച പങ്കാളിയാണെന്നും US വിശേഷിപ്പിച്ചു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറുകൾക്ക് അനുമതി നൽകുന്നതായി 30 ദിവസത്തെ താൽക്കാലിക ഇളവ് നൽകിയതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ആഗോള എണ്ണ വിതരണത്തിൽ ഹ്രസ്വകാല തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഈ അനുമതി നൽകിയതെന്ന് ബെസന്റ് പറഞ്ഞു. നിരോധനം കാരണം ഇപ്പോൾ 100 ദശലക്ഷം ബാരൽ റഷ്യൻ അസംസ്കൃത എണ്ണ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ബെസന്റ് പറഞ്ഞു. ആവശ്യക്കാരിലേക്ക് അതെത്താൻ അനുവദിക്കുന്നത് ആഗോള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ബെസന്റ് കൂട്ടിച്ചേർത്തു. ദക്ഷിണേഷ്യയിൽ ഇതിനകം കപ്പലുകളിലേക്കുള്ള റഷ്യൻ എണ്ണ വിപണിയിൽ എത്തിച്ച് ഉടനടി വിതരണം ഉറപ്പാക്കാനും സംഘർഷത്തിനിടയിലെ എണ്ണ പ്രതിസന്ധിയിൽ ആശ്വാസമാകുമെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും പറഞ്ഞു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആഗോള ഊർജ്ജ വിതരണം സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഈ നടപടി ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ താൽക്കാലിക ഇളവ് നൽകുകയാണെന്നും US ട്രഷറി സെക്രട്ടറി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ. യുകെയിലെ പ്രമുഖ ഹിന്ദു മലയാളി സംഘടനകളിൽ ഒന്നായ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റി 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്ററിലെ ജെയിൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗത്തിലാണ് പുതിയ നേതൃത്വത്തെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാധേഷ് നായർ, സെക്രട്ടറി അശോക് കുമാർ, ട്രഷറർ അനുരാജ് രാജൻ, വൈസ് പ്രസിഡന്റ് ദീപ ആസാദ്, ജോയിന്റ് സെക്രട്ടറി രഞ്ജിത് പിള്ള, ജോയിന്റ് ട്രഷറർ രാജേഷ് രാഘവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ധനേഷ് ശ്രീധർ, അനീഷ് റോൺ, രാജു മുത്തുസ്വാമി, കൃഷ്ണദാസ്, ലിജി ലജീഷ്, രേഷ്മ പ്രഭാകർ, ദിനേശ് DK, ജയകൃഷ്ണൻ, അനൂപ് K എന്നിവരെയും തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ 2026-27 വർഷങ്ങളിലെ പ്രധാന പരിപാടികൾ ആസൂത്രണം ചെയ്തു. വിഷു മഹോത്സവം, ഓണം, ശ്രീകൃഷ്ണ ജയന്തി, ദീപാവലി, നവരാത്രി, ധനുമാസ തിരുവാതിര, യുകെയിലെ തന്നെ ഏറ്റവും വലിയ
മകരവിളക്കുത്സവം, ശിവരാത്രി എന്നിവയ്ക്ക് പുറമെ മാസം തോറും നടത്തുന്ന ഭജനകൾ, കുട്ടികൾക്കായുള്ള ഗുരുകുലം ആക്ടിവിറ്റീസ് തുടങ്ങിയവ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ വർഷത്തെ എല്ലാ പരിപാടികളും വിജയകരമാക്കാൻ സഹകരിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും യോഗം നന്ദി രേഖപ്പെടുത്തി. തുടർന്നും ഏവരുടെയും സജീവമായ സഹകരണവും പിന്തുണയും കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.28 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.93 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 106.8 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.75 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ പുറംകടലിലൂടെ പോയ ഇറാൻ നാവികസേനയുടെ ഇറിസ് ദേന യുദ്ധക്കപ്പൽ അന്തർവാഹിനി ഉപയോഗിച്ച് US മുക്കുന്നതിന് മുമ്പ് ഇന്ത്യ അഭയം വാഗ്ദാനം ചെയ്തിരുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശാഖപട്ടണത്തിന് സമീപം നടന്ന മിലാൻ 2026 സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലാണ് US മുക്കിയത്. മാർച്ച് 4-നാണ് കപ്പലിനു നേരെ ആക്രമണം ഉണ്ടായത്. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സുരക്ഷിത തുറമുഖം വാഗ്ദാനം ചെയ്തതെന്നാണ് റിപ്പോർട്ട്. സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ലവാൻ കൊച്ചിയിൽ നങ്കൂരമിട്ടിരുന്നു. IRIS ദേന US-ന്റെ ആക്രമണത്തിനിരയായ അതേ ദിവസം തന്നെയാണ് ലവാൻ എന്ന യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയത്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ലവാനിൽ നിന്ന് ഫെബ്രുവരി 28-ന് ഇന്ത്യക്ക് അഭ്യർത്ഥന ലഭിച്ചിരുന്നു. മാർച്ച് 1-ന് ഇതിന് നങ്കൂരമിടാനുള്ള അനുമതി ലഭിക്കുകയും മാർച്ച് 4-ന് ലാവൻ കൊച്ചിയിലെത്തുകയും ചെയ്തു. 183 അംഗങ്ങളുള്ള ഇതിലെ നാവികരെ കൊച്ചിയിലെ നാവിക താവളത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ ഇറിസ് ബുഷറിന് ശ്രീലങ്ക വ്യാഴാഴ്ച അഭയം നൽകിയിരുന്നു. ഇറിസ് ദേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്. US ആക്രമണത്തിൽ ഇറിസ് ദേനയിൽ ഉണ്ടായിരുന്ന 87 നാവികരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. 60ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 180 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേന വിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാവൻ കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. 183 ഇറാനിയൻ നാവികരെ നാവികത്താവളത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ലാവനെ അടുപ്പിക്കാൻ ഇറാൻ ഇന്ത്യയെ സമീപിച്ചിരുന്നെന്നും അത് ഇന്ത്യ പരിഗണിക്കുകയായിരുന്നു എന്നുമാണ് കേന്ദ്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഇറാനിയൻ കപ്പലായ IRIS ദേനയെ മാർച്ച് 4-ന് അമേരിക്കൻ സൈന്യം അന്തർവാഹിനി ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുക്കിയിരുന്നു. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ലാവനിൽ നിന്ന് ഫെബ്രുവരി 28-ന് ഇന്ത്യക്ക് അഭ്യർത്ഥന ലഭിച്ചിരുന്നു. കപ്പലിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനാൽ കൊച്ചിയിൽ ഡോക്കിംഗ് അടിയന്തരമാണ് എന്നായിരുന്നു അഭ്യർത്ഥന. മാർച്ച് 1-ന് കൊച്ചിയിൽ ഡോക്കിംഗിന് അനുമതി നൽകി. 4-ന് ഡോക്ക് ചെയ്ത് എന്നാണ് വിവരം. മിഷൻ കമാൻഡർ മുഹമ്മദ് സബീരിയും സീനിയർ ക്യാപ്റ്റൻ സയ്യിദ് അലി മദനിയുമാണ് ലാവനിനെ നയിക്കുന്നത്. കപ്പൽ നാവികസേനയുടെ ജെട്ടിയിലല്ല അടുപ്പിച്ചിരിക്കുന്നതെന്നാണ് സൂചന. അന്താരാഷ്ട്ര ട്രെയിനിങ്ങിന്റെ ഭാഗമായാണ് ലാവനും മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ബുഷറും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ എത്തിയത്. ബുഷർ ഇപ്പോൾ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തുണ്ട്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളം 14.2 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന് 60 രൂപയാണ് കൂടിയത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിനും വില കൂടിയിട്ടുണ്ട്. 115 രൂപയുടെ വർധനവാണ് വരുത്തിയത്. പുതുക്കിയ നിരക്കുകൾ ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്നു. വില വർധനവോടെ ഡൽഹിയിൽ 14.2 കിലോഗ്രാം ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 853 രൂപയിൽ നിന്ന് 913 രൂപയായി ഉയർന്നു. 19 കിലോഗ്രാം കൊമേഴ്സ്യൽ സിലിണ്ടറിന്റെ വില 1768.5 രൂപയിൽ നിന്ന് 1883 രൂപയായി ഉയർന്നു. കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് 922 രൂപയോളം വരും. 2025 ഏപ്രിൽ മുതൽ സബ്സിഡി ഇല്ലാത്ത ഗാർഹിക LPG സിലിണ്ടറിന് 853 രൂപ എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെയും ഇന്ധന ലഭ്യതയെയും കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് ഊർജ്ജക്ഷാമമില്ല എന്നും വിതരണം തടസ്സങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന നേതാവ് G സുധാകരൻ. ഉദ്ഘാടനത്തിന്റെ ലൈവ് സംപ്രേഷണത്തിന്റെ ലിങ്ക് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ് അനുമതിയില്ലാതെ ലൈവ് ഇട്ടത്. ലൈവ് പങ്കുവച്ചപ്പോൾ മഞ്ഞുരുകി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സുധാകരന്റെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് വിവരം. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് G സുധാകരൻ എന്നും ശാരീരിക ആവശ്യതകൾ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തെന്നി വീണതിനെ തുടർന്ന് കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ക്ഷതത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനായില്ല എങ്കിലും പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ G സുധാകരൻ പങ്കെടുക്കുമോ, CPM തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് വഴിയൊരുക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ കേരളം. മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും നോട്ടീസിൽ പേരും ചിത്രവും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിലും സുധാകരൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ലൈവ് സംപ്രേഷണം അടക്കം പിൻവലിച്ചത് അതൃപ്തി മാറാത്തതിനെ തുടർന്നാണ് എന്നാണ് ആരോപണം.
തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃത്താലയിൽ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത തലപ്പൊക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ VT ബൽറാമിനെതിരെ കരുണാകരന്റെ പേരിലും ഉമ്മൻചാണ്ടിയുടെ പേരിലും രൂപവൽക്കരിച്ച 2 ട്രസ്റ്റുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആലത്തറ പഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ മത്സരിച്ചവരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയും കോൺഗ്രസ് ഭരണസമിതിയിലുള്ള കുമ്പിടിയിലെ സഹകരണ ബാങ്കിലെ ആരോപണ വിധേയരെയും ബൽറാം പിന്തുണയ്ക്കുന്നതെന്നാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ട്രസ്റ്റിന് പിന്നിലുള്ള A വിഭാഗക്കാരുടെ പരാതി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ 4 DCC ഭാരവാഹികളാണ് ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത്. ബൽറാം സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കിയതും തൃത്താലയിലെ സംഘടനാ നേതൃത്വത്തിലേക്ക് ഈ ഗ്രൂപ്പിലുള്ളവരെ കൊണ്ടുവന്നെന്നും ആരോപണമുണ്ട്. ബുധനാഴ്ച ഈ വിഭാഗം യോഗം ചേർന്നു. കരുണാകരന്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ യോഗത്തിലും ബൽറാമിനെതിരെ വിമർശനം ഉയർന്നതായാണ് വിവരം. സ്വന്തം ഇഷ്ടപ്രകാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടെന്നും സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നും പരാതിയുണ്ട്. താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരെ ബൽറാം പരിഗണിക്കുന്നില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. തൃത്താലയിൽ കോൺഗ്രസ് നേതാക്കൾ സംഘടിപ്പിച്ച വലിയ പൊതുപരിപാടിയിൽ VT ബൽറാമിനെ ബോധപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ബൽറാം വിഭാഗത്തിന്റെ ആരോപണം. ആര്യാടൻ ഷൗക്കത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ, C ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു. നേരത്തെ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രനുമായുള്ള ഭിന്നത സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ തീർന്നിരുന്നു. ആ ഒത്തുതീർപ്പ് തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് മറ്റു 2 ചേരികൾ. പരിതൂർ ഒഴികെ മണ്ഡലങ്ങളിലെ മറ്റു പഞ്ചായത്തുകളിലെല്ലാം ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമാണ്. കരുണാകരൻ ഫൗണ്ടേഷൻ പ്രവർത്തനം കോൺഗ്രസ് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറയുന്നു. തൃത്താലയിലെ പ്രശ്നം ജില്ലാ നേതൃത്വം കരുതലോടെ വീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തെയും ഇക്കാര്യം അറിയിച്ചതായാണ് സൂചന. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ നിലവിലുള്ള MLA-മാരുടെ പേരുകൾ ഒഴിവാക്കി LDF-ലെ CPI സ്ഥാനാർത്ഥി പട്ടിക. 2 തവണ തുടർച്ചയായി വിജയിച്ചവരുടെ പേര് പറയേണ്ടതില്ല എന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്. വെള്ളിയാഴ്ച വൈകിട്ട് ജില്ലാ സെക്രട്ടറി KV ശിവാനന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന 2 മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലുമാണ് തീരുമാനം. കയ്പമംഗലത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച LDF-ലെ ET ടൈസന്റെയും കൊടുങ്ങല്ലൂരിലെ VR സുനിൽകുമാറിന്റെയും പേരുകളാണ് ഒഴിവാക്കിയത്. ഇവർ വീണ്ടും മത്സരിക്കണോ എന്നത് ഇനി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക. കയ്പമംഗലത്ത് ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മണ്ഡലം സെക്രട്ടറി DP രഘുനാഥ്, ഷീല വിജയകുമാർ, KS ജയ എന്നിവരുടെ പേരുകളടങ്ങുന്ന പട്ടികയാണ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് 1-2 പേരുകളാക്കി ചുരുക്കി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി 3-അംഗ പട്ടികയാണ് നൽകിയത്. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദന്റെ പേര് ഇവിടെയും പരിഗണനയിലുണ്ട്. സംസ്ഥാന കൗൺസിൽ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ സെക്രട്ടറിയുമായ KV വസന്തകുമാർ, മുൻ നഗരസഭാ ചെയർമാനും ജില്ലാ നിർവാഹക സമിതി അംഗവുമായ CC വിപിൻ ചന്ദ്രൻ എന്നിവരാണ് മറ്റു 2 പേർ. എല്ലാ ക്രെഡിറ്റും ജസ്പ്രീത് ഭായിക്കാണ്. അദ്ദേഹം ഒരു ലോകോത്തര ബൗളറാണ്. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ബൗളർ. അതാണ് അദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചത്. ഈ അവാർഡ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്. ഡെത്ത് ഓവറുകളിൽ അദ്ദേഹം അങ്ങനെ പന്തെറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കില്ലായിരുന്നു. 2020 ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാടി ഫൈനലെത്തിയ ശേഷം കളിയിലെ താരമായ സഞ്ജു സാംസന്റെ വാക്കുകളാണിത്. സഞ്ജുവിന്റെ വാക്കുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ബുംറ പോസ്റ്റുകളും പറഞ്ഞു വെക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസം വാങ്കഡയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ജസ്പ്രീത് ബുംറ എന്ന ബൗളറായിരുന്നു. എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിനെ കബളിപ്പിച്ച് നേടിയ വിക്കറ്റ്. ഈ ലോകകപ്പിൽ മിന്നും ഫോമിലായിരുന്ന ബ്രൂക്കിനെ തുടക്കത്തിലെ നഷ്ടപ്പെട്ടതാണ് ഇംഗ്ലണ്ടിനെ അല്പം പിന്നോട്ടടിച്ചത്. എന്നാൽ ജേക്കബ് ബെത്തൽ എന്ന 22-കാരൻ ബാറ്റെടുത്തതോടെ ഇന്ത്യ വിറയ്ക്കുകയായിരുന്നു. ബെത്തലിന്റെ കടന്നാക്രമണത്തിൽ ഇംഗ്ലണ്ടും വിജയവും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് 16-ാമത്തെയും 18-ാമത്തെയും ഓവറുകൾ എറിയാൻ സൂര്യകുമാർ ബുംറയെ പന്തേൽപ്പിക്കുന്നത്. ബെത്തലും ബിൽ ജാക്സണും ക്രീസിൽ നിൽക്കവേ 16-ാം ഓവറിൽ 8 റൺസും 18-ാം ഓവറിൽ 6 റൺസും മാത്രം വഴങ്ങിയ ബുംറയാണ് മത്സരത്തിൽ ഇന്ത്യക്ക് അല്പം മേൽക്കൈ നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ലോകമെങ്ങും വ്യാപിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഹീറ്റിംഗ് ബിൽ മുതൽ സൂപ്പർ മാർക്കറ്റുകളിലെ ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളുടെ വില വരെ വർദ്ധിക്കും. ഇന്ധനവില, ഗ്യാസ് വില എന്നിവ കുതിച്ചുയരും. പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കും. ഇന്ധനവിലയിൽ വൻ വർധനവ് ഉണ്ടാകാൻ കാരണം എണ്ണ, പ്രകൃതിവാതക ഉൽപാദനവും വിതരണവും മന്ദഗതിയിലായത്. ബ്രിട്ടനിലെ ബിർമിംഗ്ഹാം ഉൾപ്പെടെ യൂറോപ്പിലെ സ്വയം കത്തുന്ന പാഴ്സലുകൾക്ക് പിന്നിൽ റഷ്യ എന്ന സംശയം. വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ സംഘങ്ങൾ യോജിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ്. വിദേശ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 22 പേരെ തിരിച്ചറിഞ്ഞു. ഇവരെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഓൺലൈൻ വഴിയാണെന്നും പ്രതിഫലം നൽകിയിരുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെയെന്നും കണ്ടെത്തൽ. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന് മേൽ നിരീക്ഷണം നടത്തി ഇറാന് വേണ്ടി ചാരപ്പണി നടത്തിയിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് പുതിയ യാത്രാ നിർദ്ദേശങ്ങളുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം. നടപടി മധ്യപൂർവേഷ്യൻ സംഘർഷമയമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടീഷ് പൗരന്മാരോട് അവരുടെ ആ രാജ്യങ്ങളിലെ സാന്നിധ്യം വിദേശകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബഹ്റൈൻ, ഇസ്രായേൽ, കുവൈറ്റ്, ലെബനൻ, പലസ്തീൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരോട്. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് 21 രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് സജീവം. ഖമേനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശം.
സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതായിരിക്കുമെന്നും ഇറാന്റെ ഭീഷണി. എക്സിലെ ആദ്യ ചിത്രം ബാലിസ്റ്റിക് മിസൈൽ ശത്രു രാജ്യത്ത് പതിക്കുന്നത്. ഇസ്രയേലിന് $15.1 കോടി ആയുധങ്ങൾ വിൽക്കാൻ അടിയന്തര അംഗീകാരം നൽകി അമേരിക്ക. വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയത് ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ശത്രുക്കളെ തടയാനും ഈ കൈമാറ്റം ഇസ്രയേലിനെ സഹായിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ. ഇന്ത്യക്ക് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ താൽക്കാലിക ഇളവ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് US. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യം ഇന്ത്യ പാലിച്ചെന്നും ഇന്ത്യ മികച്ച പങ്കാളിയാണെന്നും പരാമർശം. ഇളവ് 30 ദിവസത്തേക്കെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. പാചകവാതക സിലിണ്ടറിന് കൂടിയത് 60 രൂപ. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിനും വില കൂടി. പുതുക്കിയ നിരക്കുകൾ ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്നു. വർധന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. രാജ്യത്ത് ഊർജ്ജക്ഷാമമില്ല എന്നും വിതരണ തടസ്സങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി. ശ്രീലങ്കൻ പുറംകടലിൽ ഇറാൻ നാവികസേനയുടെ ഇറിസ് ദേന യുദ്ധക്കപ്പൽ US ആക്രമണത്തിന് മുൻപ് ഇന്ത്യ അഭയം വാഗ്ദാനം ചെയ്തിരുന്നതായി സൂചന. കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് മാർച്ച് 4-ന്. ഇന്ത്യ സുരക്ഷിത തുറമുഖം വാഗ്ദാനം ചെയ്തത് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ. ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാവന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. 183 ഇറാനിയൻ നാവികർ ഇന്ത്യൻ നാവികത്താവളത്തിൽ. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. മഞ്ഞുരുകി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സുധാകരന്റെ അറിവോടെ ആയിരുന്നില്ല എന്ന് സൂചന. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് G സുധാകരൻ എന്നും ശാരീരിക അവശതകൾ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുധാകരൻ ലൈവ് സംപ്രേഷണം അടക്കം പിൻവലിച്ചത് അതൃപ്തി മാറാത്തതിനെ തുടർന്നെന്ന് ആരോപണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.